അല്ല അപ്പൊ ഫാദർ ഇപ്പം ബിസിനസ്സിൽ ആക്റ്റീവ് ആണോ? ഫാദർ ബിസിനസ്സിൽ ആക്റ്റീവ് ആണോ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫിനാൻഷ്യൽ പാർട്സ് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ഡയറക്ട്ലി ഒരു ബിസിനസ്സിൽ ഓപ്പറേഷൻസ് ഒന്നിന്റെ കാര്യങ്ങളിലും ഇൻവോൾവ് അല്ല. ഇപ്പൊ മെയിൻ പരിപാടി പുള്ളിയുടെ ടൂർ പോയാലാണ്. ഇപ്പൊ എനിക്ക് കൊണ്ടൊരു ഒരു മോർ ദാൻ 125 രാജ്യങ്ങൾ ഇപ്പോൾ ആള് കവർ ചെയ്തിട്ടുണ്ട്. അത് ശരി, ആൾറെഡി പണിയെടുക്കുക. ഞാൻ ടൂർ അടിച്ചു തരാം. എനിക്കൊണ്ട് ഈ മാസം ഇപ്പൊ എന്താ വീണ്ടും മസായിമാറ പോകുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ മാസമാണ് ഐസ്ലാൻഡിലൊക്കെ പോയി വന്നത്. ഫാദറും മദറും തന്നെയാണ് കൂടുതൽ ട്രാവൽ ചെയ്യുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരെ യാത്രകളും അവരെ അന്ന് കിട്ടാത്ത അന്ന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊക്കെ കവർ അല്ല ഇപ്പൊ പണിയെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ ഒരു പ്രോസസ് എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ ഫാദർ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നു. ഇപ്പൊ പിന്നെ എന്തായാലും ആള് എൻജോയ് ചെയ്യണം. ഇപ്പൊ ഫാദറിന് ഒരു 62 years ആയി. അപ്പൊ ഇനി എന്തായാലും അത് ഫാദർ തന്നെ അറിയില്ലേ. ഞാൻ കുറെ ഇതുണ്ടാക്കിയിട്ട് മക്കൾക്ക് മാത്രം കുറെ ബിൽഡിംഗ് മേടിച്ചു കൊടുക്കുക, കുറെ തോട്ടങ്ങൾ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ എന്തായി അതില്ല, നമുക്ക് വഴികൾ കാണിച്ചു തരാം. വഴി നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളായിട്ട് ചെയ്യാൻ പഠിക്കാനില്ല. അത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെ മക്കളെ നമ്മൾ എന്താകാൻ പാടില്ല, നശിപ്പിക്കാൻ കേടാക്കാൻ പാടില്ല. ഇപ്പൊ ഉണ്ടല്ലോ മുതലാളിയുടെ മകൻ ധാരാളി, ധാരാളിയുടെ മകൻ എരപ്പാളി എന്ന് പറയും. അത് ശരിക്കും ഒരു കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ ഈസിനെസ് ഇതാക്കി കൊടുക്കുന്നുണ്ടോ ആ വരും തലമുറ അത്രത്തോളം എന്താവും, കേടാവും. കാരണം അവര് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നില്ല, ഇതൊക്കെ മതി, ഇറ്റ്സ് ഇനഫ് എന്നുള്ള തോന്നല് വന്നു കഴിഞ്ഞാല് പിന്നെ അവരൊന്നും ചെയ്യണം എന്ന് ആഗ്രഹമില്ല. കാരണം ഒക്കെ ഓക്കെ ആണല്ലോ. ഞാൻ എപ്പോഴും പറയാം കംഫർട്ട് സോണില് നമ്മള് മറ്റേ ടോവിനോ ഒരു ഇന്റർവ്യൂല് പറയാൻ കേട്ടിട്ടുണ്ട്, അച്ഛന്റെ കേസ് അച്ഛന്റെ അല്ലേ. അതെപ്പോഴും നമ്മൾ വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തുണ്ടാക്കി എന്ന് തന്നെയാണ് എപ്പോഴും മെയിൻ. അതല്ലാതെ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമ്മൾ കുറെ മേടിച്ചു ഇതൊക്കെ നമ്മൾ തന്നെയാണ് അന്ന് വല്യപ്പ ഉണ്ടാക്കിയതാണെന്ന് പറയല് മാത്രം ആയി നിൽക്കാൻ പാടില്ല. നമ്മളെന്തായാലും നമ്മൾ തന്നെ സെൽഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്.